ഇപ്പൊ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം എടുത്തിട്ട് അതിൽ കാശ്മീർ നോക്കുകയാണെങ്കിൽ ചില ഭാഗങ്ങളൊന്നും കാണാത്ത ഒരു മാപ്പാണ് നമുക്ക് പലയിടത്തും കാണാൻ പറ്റുന്നത്. ഐക്യരാഷ്ട്ര സഭയുടെ രേഖകളിൽ പോലും ജമ്മു കാശ്മീരിന്റെ ഇതേപോലത്തെ മാപ്പാണ് കാണപ്പെടുന്നത്. അതായത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ മാപ്പ് എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിന്റെ അതിവിശാലമായ ഒരു തലയെടുപ്പോടുള്ള ഒരു ഫോട്ടോയാണ്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാനൊക്കെ വേർതിരിച്ച സമയത്ത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ജമ്മു കാശ്മീർ എന്ന നാട്ടുരാജ്യം ഇന്ത്യയുമായിട്ട് ഇടപഴകാനോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാനോ അവർ താല്പര്യപ്പെട്ടിരുന്നില്ല. പിന്നെ പാകിസ്ഥാന്റെ ആക്രമണം കാരണം അവർ ഇന്ത്യയിലേക്ക് വരാൻ അവിടുത്തെ നാട്ടുരാജാവ് താല്പര്യപ്പെട്ടു. പക്ഷെ ആ സമയത്തേക്കും ഇപ്പൊ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന ആ പച്ച പോലത്തെ അത്രയും പ്രദേശത്തേക്ക് പാകിസ്ഥാൻ പട്ടാളം അതിക്രമിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഐക്യരാഷ്ട്ര സഭയെ ഇടപെടുത്തി അല്ലെങ്കിൽ മധ്യസ്ഥരൊക്കെ കൊണ്ടുവന്നിട്ട് ഈ പ്രശ്നപരിഹാരത്തിന് നോക്കിയ സമയത്ത് എവിടെയാണോ പട്ടാളം നിൽക്കുന്നത് ആ പ്രദേശത്ത് ഒരു വെടിനിർത്തൽ കരാറൊക്കെ പ്രഖ്യാപിച്ചു. കുറച്ച് സ്ഥലം പാകിസ്ഥാന്റെ കീഴിലാണ് നിലവിൽ. അതായത് ജമ്മു കാശ്മീരിന്റെ 35% പ്രദേശം ഇപ്പോഴും പാകിസ്ഥാന്റെ അധീനയിലാണ് ഇരിക്കുന്നത്. അവിടെ പാക് ഒക്കുപൈഡ് കാശ്മീർ എന്ന് പറയും. അതേ സമയത്ത് ജമ്മു കാശ്മീരിന്റെ മറ്റൊരു സ്ഥലമായി ഒരു 15% സ്ഥലം അക്സൈ ചൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഭൂപ്രദേശം ചൈനയുടെ കീഴിലാണ് ഇരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ രണ്ട് പ്രദേശവും നമ്മുടെ ഇന്ത്യയുടെ കൈവശത്തിലല്ല. ഒരു സൈഡ് പാകിസ്ഥാന്റെയും മറ്റൊരു സൈഡ് ചൈനയുടെയും നിയന്ത്രണത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ BJP ഗവൺമെന്റിന്റെ ഏറ്റവും വലിയൊരു വാഗ്ദാനം എന്ന് പറയുന്നത് ഈ POK എന്ന് പറയുന്നത്, അതായത് പാക് ഒക്കുപൈഡ് കാശ്മീർ തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഒരു വലിയ അജണ്ടയാണ്. ഇപ്പം നിലവിലെ യുദ്ധ സാഹചര്യങ്ങളിൽ ഇത് തിരിച്ചു പിടിക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. എന്നിരുന്നാലും അത് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാലും വലിയ രീതിയിലുള്ള തലവേദന ഇന്ത്യക്ക് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം, അവിടെ ലക്ഷോപലക്ഷം താമസിക്കുന്ന ജനങ്ങൾ മാനസികമായി അവരുടെ രാജ്യം പാകിസ്ഥാനാണെന്നുള്ള ധാരണയിലായിരിക്കണം ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ജനങ്ങൾ ഇന്ത്യയിലേക്ക് എത്രമാത്രം വരുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനോട് ലയിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും ചിന്തിക്കേണ്ടതായിട്ട്